Shiva Silks, Kasargod, Kaningad, Mangalore. വയനാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ടി സിദ്ദിഖ് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ടു പോകുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വന്നത്. തുടർന്ന് രാഹുൽ ഗാന്ധിക്കായി ടി സിദ്ദിഖ് മാറി നിന്നു. എന്നാൽ ഇതുവരെയും വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ UPA ഘടകകക്ഷികൾ എതിർപ്പറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഏറ്റവും ഒടുവിൽ DMK നേതാവ് സ്റ്റാലിനാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പറിയിച്ചിരുന്നത്. അതേസമയം കർണാടകയിലെ ബിദാർ മണ്ഡലവും രാഹുൽ ഗാന്ധിക്കായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന് വിജയ ശതമാനം കൂടുതൽ സാധ്യതയുള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്തകളെ ഇടതു പാർട്ടികൾ വിമർശിച്ചിരുന്നു. ശരത് പവാറും ശരത് യാദവും ഇതേ കാര്യം സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. വയനാട്ടിൽ CPIM-ന് എതിരെ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ഇടതു പാർട്ടികളുമായുള്ള സഖ്യത്തിന് തടസ്സമുണ്ടാക്കുമെന്നായിരുന്നു നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ നേതാവാണ് സ്റ്റാലിൻ. പ്രതിപക്ഷ ഐക്യത്തിന് വിള്ളൽ വീഴ്ത്തരുതെന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കരുതെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറിയാൽ അത് സംസ്ഥാനത്താകെ ക്ഷീണമുണ്ടാക്കുമോ എന്ന ആശങ്ക സംസ്ഥാന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ ചിലർ ഡൽഹിയിൽ തടയുന്നു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.